ക്ലാസ്സിൽ ഞാൻ നിങ്ങളടുത്ത് കീബോർഡ് ഡേ ഔട്ട് നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞ് കാണിച്ച് നിങ്ങളതെല്ലാം ചെയ്ത് ഫസ്റ്റ് റോയാണ് എ എസ് ഡി എഫ് ജി എച്ച് സെമിക്കോളം എൽ കെ ജെ എച്ച് ജെ ഇങ്ങനെ പറഞ്ഞു. ഇങ്ങനെയെല്ലാം നിങ്ങൾക്ക് ആദ്യം ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ പറഞ്ഞു അതിൻ്റെ വേർഡുകളെല്ലാം ഞാൻ ഇട്ട് അപ്പം നിങ്ങൾ അതെല്ലാം നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി അടുത്ത സെക്കൻഡ് റോയാണ് ഇനി ഞാൻ പറഞ്ഞു തരേണ്ടത്. അപ്പം സെക്കൻഡ് റോ പറഞ്ഞു തരുമ്പോൾ ഓരോ വിരലും ഞാൻ ഇതിൽ എഴുതി കാണിച്ചിട്ടുണ്ട്, അതേപോലെ നിങ്ങൾ അടിക്കണം. അപ്പോൾ അത് സെക്കൻഡ് റോ എന്ന് പറഞ്ഞാൽ QWERTR. അപ്പോൾ Q ഒന്നാമത്തെ വിരല്, W രണ്ടാമത്തെ വിരല്, E മൂന്നാമത്തെ വിരല്, R നാലാമത്തെ വിരല്, T നാലാമത്തെ വിരല്, അങ്ങനെയാണ്. അടുത്തതിൽ വരുന്നത് ഒന്നാമത്തെ വിരല് P, രണ്ടാമത്തെ വിരല് O, മൂന്നാമത്തെ വിരല് I, U നാലാമത്തെ വിരല്, O നാലാമത്തെ വിരല്, U നാലാമത്തെ വിരല്. ഈ രീതിയിലാണ് നിങ്ങൾ ഇത് എഴുതിയെടുക്കേണ്ടത്. ഇങ്ങനെ ഇത് കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആ പ്രിൻ്റ് ഔട്ട് ഞാൻ ഇട്ടപ്പോൾ ഇതാണ്. ഇതേപോലെ നിങ്ങൾ അടിച്ചെടുക്കണം. എടുത്തതിന് ശേഷം നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യണം. ആ പ്രാക്ടീസ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ വച്ചിട്ട് ASDF സെമിക്കോളൻ LKJ ഈ റോയിൽ ഫസ്റ്റ് റോയിലാണ് നിങ്ങളിത് വിരലുകൾ വയ്ക്കേണ്ട. അതിന് ശേഷം രണ്ടാമത്തെ റോ അടിക്കുന്ന സമയത്ത് A ഒന്നാമത്തെ വിരല് Q, രണ്ടാമത്തെ വിരല് W, E മൂന്നാമത്തെ വിരല് R നാലാമത്തെ വിരല്, വീണ്ടും T നാലാമത്തെ വിരല്, വീണ്ടും R നാലാമത്തെ വിരല്, സ്പേസ്. അതിനുശേഷം ഒന്നാമത്തെ വിരല് P, രണ്ടാമത്തെ വിരല് O, മൂന്നാമത്തെ വിരല് I, J നാലാമത്തെ വിരല്, O നാലാമത്തെ വിരല്, U നാലാമത്തെ വിരല്, സ്പേസ്. ഈ ചിട്ടയോടുകൂടി നിങ്ങൾ അടിക്കണം. അടിച്ച് ആദ്യം നമ്മൾ പതുക്കെ അടിക്കണം. രണ്ടാമത് നമ്മൾ നല്ല സ്പീഡിന് അടിക്കാനുള്ള അത് വീഡിയോ കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഇതിൻ്റെ ആദ്യം ഇത് മൊത്തം അടിക്കണം. ഒരു 10 ദിവസം നിങ്ങൾക്ക് തരണുണ്ട്. കാരണം ഇപ്പം എൻ്റെ കുട്ടികൾ എന്നെ ഇപ്പോൾ ഒരു 2 മാസമായി വന്നതിന് ശേഷം അവർക്കും ഇതേ കണക്ക് കീബോർഡിൽ ലേ ഔട്ട് ഞാൻ കൊടുത്ത് അവരെല്ലാം നല്ലപോലെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഇപ്പോൾ അവർ പറയുന്ന ടീച്ചറെ നമുക്ക് ഇതിൻ്റെ ഇത് വീണ്ടും നമുക്ക് ഇത് പ്രാക്ടീസ് ചെയ്താൽ 3 മാസം കൊണ്ട് നമ്മൾ സ്പീഡായി നമുക്ക് എക്സാമിന് പോവാം എന്ന് പറയണം. അത് ആ കുട്ടികളെ നിങ്ങൾക്ക് ഞാൻ എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ആ കുട്ടികളെ പരിചയപ്പെടുത്തി തരാം. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് എക്സാമിന് പോണ കുട്ടികൾക്കും ബാക്കിയുള്ള കുട്ടികൾക്ക് കൊച്ചു കുട്ടികൾക്ക് എല്ലാവർക്കും ഇത് ഉപയോഗമുള്ള ഒരു സബ്ജക്റ്റാണ്. നിങ്ങളിത് ശരിക്കും അറ്റൻഡ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഇത് ഇത്രയും 3 എണ്ണം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി.